ക്രോണിക് ബാച്ചിലർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു വേറൊരു ധാരയിലൂടെ ഒരുപക്ഷെ നർമ്മത്തോടൊപ്പം തന്നെ കഥയ്ക്ക് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് സിനിമയുണ്ടാക്കി. ക്രോണിക് ബാച്ചിലറൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മമ്മൂക്ക അല്പം ഡൗൺ ആയിരിക്കുന്ന സമയം. അതെ, ഹിറ്റ്ലറിൻ്റെ സമയത്തും അതെ, ഹിറ്റ്ലറിൻ്റെ സമയത്തും മമ്മൂക്ക താഴെയായിരുന്നു. അവിടെ നിന്നാണ് ഒരു ധൈര്യമായിരുന്നു തിരിച്ചു വരുന്നത്. ക്രോണിക് ബാച്ചിലറും വരുന്നതും മമ്മൂക്കയെ അങ്ങനെ മമ്മൂക്കയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സാധനമല്ലേ, അതിനങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. ഒരു ഇറങ്ങിയ 1-2 സിനിമകളുടെ പേരിലാണോ മമ്മൂക്കയെ വിലയിരുത്തേണ്ടത്? മമ്മൂക്കയുടെ എത്രയോ ആ ഒരു മഹാനടൻ്റെ ഒരു നാറായ വേര് കണ്ടു. തീർച്ചയായിട്ടും ഇനിയും ഉണ്ട് മമ്മൂക്കയിൽ, ഉണ്ട് മമ്മൂക്കയിൽ. ക്രോണിക് ബാച്ചിലർ ഇത് ഇന്നസെന്റ് ഇംപ്രവൈസ് ചെയ്തതാണോ അതെയോ സിദ്ദിഖ് പറഞ്ഞു കൊടുത്തതാണോ? അത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇംപ്രവൈസേഷനാണ്. പോകാൻ നേരത്ത് ചെമ്പരത്തി പൂവല്ലേ എന്ന് പറയുന്നത് ഇന്നസെന്റ് ഏട്ടൻ്റെ ഇംപ്രവൈസേഷനാണ്. അങ്ങനെ ആർട്ടിസ്റ്റുകൾ എപ്പോഴും ചെറിയ 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 ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യും. ഒരേ സമയത്ത് പലതരത്തിലുള്ള നടന്മാരെ കാസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം സിദ്ദിഖ് കാണിച്ചിട്ടുണ്ട്. ഇത് പറയുന്നത് വേറെ ആരുമല്ല, സിദ്ദിഖിന് വളരെ വേണ്ടപ്പെട്ട ഒരാൾ. മിമിക്രിയുമായിട്ട് നടക്കുന്ന കാലം തൊട്ടുള്ള പരിചയമാണ് നമ്മൾ തമ്മിൽ. പക്ഷേ ഒരു സിനിമ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമേ എനിക്കുണ്ടായുള്ളൂ. കൂടെ ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണവും ഒരുപക്ഷെ ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ കളഞ്ഞൊരു അധ്യായമാണിത്. എന്തായാലും ഒരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഫ്രണ്ട്സിലെ അരവിന്ദൻ സിദ്ദിഖ് മനസ്സിൽ വിചാരിച്ചതുപോലെ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞോ? അത് ഞാൻ ഇതുവരെ സിദ്ദിഖിനോട് ഞാൻ ചോദിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ജയറാമിൻ്റെ ഭയങ്കര രസമുള്ളൊരു ക്യാരക്ടറാണ്. അയാളുടെ ഒരു ഹ്യൂമറും ഉണ്ട്, ഒപ്പം ഒരു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നിൽക്കുന്ന വേദനയും അയാൾ അനുഭവിക്കുന്ന ദുരന്തങ്ങൾ, ഈ ഫ്രണ്ടിനും വൈഫിനും ഇടയിൽ കിടന്ന് അനുഭവിക്കുന്ന വേദനയും ഒക്കെ ഗംഭീരമായിട്ട് ജയറാം ചെയ്തിട്ടുണ്ട്. ജയറാം നേരത്തെ പറഞ്ഞ ഒരു സൂചന എന്ന് പറഞ്ഞാൽ റാംജി റാവുവിൽ ആദ്യം സായികുമാറിൻ്റെ വേഷത്തിൽ ജയറാമിനെ ആയിരുന്നു നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ജയറാമിൻ്റെ മനസ്സിൽ നിന്ന് ആ സൂചന പോയിട്ടില്ല, അതൊരു വേദനയായിട്ട് കിടക്കുകയാണ്. അന്ന് ഞങ്ങൾ ജയറാമിനെയാണ് ഫിക്സ് ചെയ്തിരുന്നത്. കാരണം നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന ആളാണല്ലോ. പക്ഷെ അന്നെന്തോ ജയറാമിന് ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പലപ്പോഴും മാറി പോയത്. അങ്ങനെയാണ് പിന്നെ ജയറാം ഇല്ല എന്ന് പറഞ്ഞു. ജയറാം ഒരുപക്ഷെ എപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്നതാണ് മലയാളത്തിൽ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിനിമയിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. തീർച്ചയായിട്ടും അത് ഇപ്പോൾ എല്ലാവരും വേദനിക്കുമല്ലോ. അത് ചില ഡിസിഷൻസ് നമ്മുടെ തെറ്റാകുമ്പോൾ നമുക്ക് വേദന തോന്നും. അതിൽ ജയറാം വന്നിരുന്നെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടാവില്ലായിരുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ സായികുമാർ എന്ന് പറയുന്നൊരു നടൻ മലയാളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതെ, അതാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്ന് പറയുന്ന മഹാനായ ഒരു നടൻ്റെ ഒരു പിൻതലമുറക്കാരൻ മലയാള സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിനുവേണ്ടിയായിരിക്കാം ചിലപ്പോൾ ജയറാമിനെ കൊണ്ട് നോ പറയിപ്പിച്ചു. ദൈവം എല്ലാത്തിനും അങ്ങനെയാണ്. ജയറാം നോ പറയാൻ കാരണം എന്താണ്? ആക്ച്വലി അത് ജയറാമിനോട് തന്നെ ചോദിക്കണം. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ജയറാമിന് നമ്മളോടുള്ള വിശ്വാസം, കാരണം ജയറാം അപ്കമ്മിങ് ആണ്, തുടങ്ങി വരുന്ന ഒരു കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ. മറ്റേ അഭരനൊക്കെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്താണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുന്നതാണ് സേഫ് എന്ന് തോന്നിയിട്ടുണ്ടാകും. നമ്മൾ എല്ലാത്തിനെയും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. എല്ലാം സംഭവമായി യുഗേ എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ എല്ലാം നല്ലത് വരുമ്പോഴും അല്ലേ, നല്ലത് വരുമ്പോഴും ചീത്ത വരുമ്പോഴും